ഹായ് ഫ്രണ്ട്സ്, പിണറായിയിലെ സവാരി ട്രാവൽ മേറ്റിൻ്റെ കൂടെ വീണ്ടും ഒരു യാത്ര. പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹീതമായ ഭൂട്ടാനിലേക്ക്. കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും വെസ്റ്റ് ബംഗാളിലെ ബാഗ്ഡോഗ്രയിലേക്കും അവിടെ നിന്ന് റോഡ് മാർഗം ഇന്ത്യ ഭൂട്ടാൻ അതിർത്തി ഗ്രാമമായ ഫോൺഷോലിങ്ങിലേക്ക്. വ്യത്യസ്ത ജില്ലകളിൽ നിന്നായി ഞങ്ങൾ 18 പേരാണ് ഗ്രൂപ്പിലുള്ളത്. ട്രാവലറിൽ നിന്നിറങ്ങിയ ശേഷം ID കാർഡുമായി എമിഗ്രേഷൻ ഓഫീസിലേക്ക്. ഭൂട്ടാനിൽ പാസ്പോർട്ട് നിർബന്ധമില്ല. വോട്ടർ ID കാർഡോ പാസ്പോർട്ടോ ഏതെങ്കിലും ഒന്ന് മതി. നമ്മുടെ ആധാർ കാർഡ് ഇവിടെ സ്വീകരിക്കുന്നില്ല. കൊച്ചു കുട്ടികൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് മതി. പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയത് ഭൂട്ടാന്റെ മണ്ണിൽ. അപ്പോഴേക്കും ഞങ്ങളുടെ ട്രാവലർ അവിടെ എത്തി. പിന്നെ നേരെ കാക്കി ഹോട്ടലിലേക്ക്. ഭൂട്ടാന്റെ എല്ലാ തൊഴിൽ മേഖലകളിലും സ്ത്രീ സാന്നിധ്യം നന്നായുണ്ട്. നന്നായി ചിരിച്ചുകൊണ്ട് ശാന്തരായി ജോലി ചെയ്യുന്ന കുറേ പേരെ ഇവിടെ കണ്ടു. ഏകദേശം 8 ലക്ഷമാണ് ഭൂട്ടാനിലെ ജനസംഖ്യ. അതിൽ തന്നെ ഭൂരിഭാഗവും ബുദ്ധമത വിശ്വാസികളാണ്. വളരെ വൃത്തിയായി പരിസരം കാത്തുസൂക്ഷിക്കുന്നവരാണിവർ. ഇവിടുത്തെ രാജാക്കന്മാരെ ദൈവതുല്യരായാണ് ഇവർ കണക്കാക്കുന്നത്. നിലവിലുള്ളതും മുൻഗാമികളായവരുമായ രാജാക്കന്മാരുടെയും കുടുംബത്തിൻ്റെയും ഫോട്ടോസ് പലയിടത്തും കണ്ടു. രാവിലെ വീണ്ടും എമിഗ്രേഷൻ ഓഫീസിലേക്ക്. കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. വളരെ ശാന്തമായിരുന്ന ഓഫീസ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ബഹളമയമായി. അവർക്ക് എന്തെങ്കിലും തോന്നിക്കാണുമോ? ചിലപ്പോ അവർക്കതൊരു ശീലമായി കാണും. ദിവസേന ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നതല്ലേ. ഇതാണ് ഞങ്ങളുടെ ഗൈഡ് ചോട്ടു. അവരുടെ പരമ്പരാഗത വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. ജോലിക്കും ഓഫീസിലും ഒക്കെ പോകുമ്പോൾ ആ ഡ്രസ്സ് ധരിക്കണമെന്നത് ഇവിടെ നിർബന്ധമാണ്. ഫുൺഷോലിങ്ങിൽ നിന്ന് പാരോയിലേക്ക് 160 കിലോമീറ്ററാണ് ദൂരം. ഏകദേശം 4 മണിക്കൂർ യാത്ര. യാത്രയിലുടനീളം പച്ചപുതച്ച മലനിരകളും പരമ്പരാഗത ശൈലിയിൽ നിർമ്മിച്ച കെട്ടിടങ്ങളും കണ്ടു. ഇടയ്ക്കൊരു ചെക്ക് പോസ്റ്റ്. ഉദ്യോഗസ്ഥൻ വണ്ടിയിൽ വന്നു. എല്ലാവരുടെയും ID കാർഡ് പരിശോധിച്ചു. ഹാവ് എ നൈസ് ഡേ പറഞ്ഞ് മനോഹരമായി ചിരിച്ചു കൊണ്ടുപോയി. ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം, അധികം വലിയ വണ്ടികളൊന്നും കാണാനില്ല എന്നതാണ്. ട്രാവലറോ ഇതിനേക്കാൾ ചെറുതോ ആയ വാഹനങ്ങളാണ് കൂടുതലും കാണുന്നത്. ഇവിടുത്തെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ അത്തരം വാഹനങ്ങൾക്ക് മാത്രമേ ഇവിടെ അനുവാദമുള്ളൂ. ഇടയ്ക്ക് മഞ്ഞ് പുതച്ച മലനിരകളും കണ്ടു. ഭൂട്ടാൻ ലോകത്തിലെ ഏക കാർബൺ നെഗറ്റീവ് രാജ്യമായത് എങ്ങനെയെന്ന് ശരിക്കും മനസ്സിലാക്കി തരുന്ന ഒരു യാത്രയായിരുന്നു ഇത്. ഭൂവിസ്തീർണത്തിൻ്റെ 60-70% വരെ കാടാണ്. വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ ഭൂമിക്ക് കോട്ടം തട്ടാതിരിക്കാൻ ഇവർ വളരെ ശ്രദ്ധിക്കുന്നു. അതുപോലെ കാറ്റിലും മറ്റും പൊട്ടി വീഴുന്ന മരങ്ങളാണ് കൂടുതലും ഇവർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. അത്യാവശ്യങ്ങൾക്കായി മരങ്ങൾ മുറിക്കുകയാണെങ്കിൽ തന്നെ അതിനനുസരിച്ച് ധാരാളം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാനും ഇവർ ശ്രദ്ധിക്കുന്നു. മറ്റൊരു കാര്യം, 6 നിലയിൽ കൂടുതലുള്ള ഒരു കെട്ടിടവും ഇവിടെ കാണാനില്ല എന്നതാണ്. ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശമായതിനാലാണ് സർക്കാർ അത്തരത്തെ നിർദ്ദേശം വെച്ചിട്ടുള്ളത്. അതാ ഇവിടുത്തെ ഒരു ട്രാൻസ്പോർട്ട് ബസ്സാണ് ആ കാണുന്നത്. 50 km/h ആണ് സ്പീഡ് ലിമിറ്റ്. വളരെ ശ്രദ്ധയോടെ വാഹനം ഓടിക്കുന്നതിനാലാവണം അപകടങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. ഭൂട്ടാൻ വിനോദസഞ്ചാരികളെ അത്രയേറെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവരുടെ പ്രകൃതി സൗന്ദര്യത്തിനും സമ്പന്നമായ സംസ്കാരത്തിനും കോട്ടം തട്ടുമോ എന്ന ഭയം കൊണ്ടാണത്. വിദേശികൾക്ക് അവിടെ താമസിക്കുന്നതിന് സുസ്ഥിര വികസന ഫണ്ട് നൽകണം. ഇത് ആ രാജ്യത്തിൻ്റെ പ്രകൃതി സംരക്ഷണത്തിനും അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനും ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ എത്തുന്ന വിദേശികൾ ഉൾപ്പെടെയുള്ളവർക്ക് സൗജന്യ ആരോഗ്യ സേവനവും ഇവിടുത്തെ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസവും നൽകുന്നത് ഈ ഫണ്ട് ഉപയോഗിച്ചാണ്. വ്യത്യസ്ത രാജ്യങ്ങൾക്ക് SDF വ്യത്യസ്ത നിരക്കാണ്. ഹിമവാന്റെ അടിത്തട്ടിൽ ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ കിടക്കുന്ന ഈ കൊച്ചു രാജ്യം മിക്ക കാര്യങ്ങളിലും ഇന്ത്യ ആശ്രയിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യക്കാർക്ക് ചില കാര്യങ്ങളിൽ പ്രത്യേക പരിഗണനയും ഉണ്ട് കേട്ടോ. ഇന്ത്യക്കാരായ ടൂറിസ്റ്റുകൾക്ക് പ്രതിദിനം ഒരാൾക്ക് 1200 രൂപയാണ് SDF നൽകേണ്ടത്. മറ്റു രാജ്യങ്ങൾക്ക് $100, ഏകദേശം 8000 രൂപ. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കംപ്ലീറ്റ് സൗജന്യമാണ്. 6 മുതൽ 12 വരെ 50%. യാത്രയിൽ വാസ്തുവിദ്യാ ശൈലിയുടെ മകുടോദാഹരണങ്ങളായ കുറച്ച് ക്ഷേത്രങ്ങളും കണ്ടു. കല്ലും മരവുമാണ് നിർമ്മാണത്തിന് കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത്. ഇരുമ്പ് സിമന്റ് ഉപയോഗം വളരെ കുറവാണ്. ഇടയ്ക്ക് ചായ കുടിക്കാനായി ഇറങ്ങിയപ്പോൾ മലഞ്ചെരിവിലായി ഒരു വീട് കണ്ടു.
അവിടെ നിന്ന് നോക്കിയപ്പോൾ മലനിരകളും അരുവികളും ഒക്കെ ചേർന്ന് വളരെ മനോഹരമായ ഒരു ദൃശ്യവിരുന്നു. തുടർന്നുള്ള യാത്രയിൽ പാറക്കെട്ടുകൾ നിറഞ്ഞ മലയും ചെറിയ വെള്ളച്ചാട്ടവും കണ്ടു. ഭൂട്ടാന്റെ ദേശീയവൃക്ഷമായ സൈപ്രസ് ആണ് വനങ്ങളിൽ കൂടുതലായി കാണുന്നത്. യാത്ര തുടർന്നപ്പോൾ വഴിയരികിലായി ഒരു ചെറിയ മാർക്കറ്റ്. വളരെ ഓർഗാനിക് ആയിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളുമാണ് ഇവിടെയുള്ളത്. ആപ്പിളും പേരക്കയും സബർജില്ലയും ഒക്കെ എല്ലാവരും വാങ്ങി കഴിച്ചു നോക്കി. നല്ല രുചി. ഇവിടെ കാണുന്നതാണ് പേരോ ഇൻ്റർനാഷണൽ എയർപോർട്ട്. പകൽ സമയത്ത് നേരിട്ട് കാഴ്ചയുള്ളപ്പോൾ മാത്രമേ ഇവിടെ വിമാനമിറക്കാൻ അനുവാദമുള്ളൂ. മലനിരകളാൽ ചുറ്റപ്പെട്ട വിമാനത്താവളമായതിനാൽ വളരെ വിദഗ്ധരായ പൈലറ്റുമാർക്ക് മാത്രമേ ഇവിടെ വിമാനമിറക്കാൻ സാധിക്കൂ. അങ്ങനെ കുറച്ചു പേർക്ക് മാത്രമേ ഇതിനുള്ള സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ളൂ. ഫോച്ച് നദിക്കരയിലൂടെ യാത്ര ചെയ്ത് ഒടുവിൽ ഞങ്ങളൊരു കൊച്ചു ടൗണിലെത്തി. നദിക്ക് കുറുകെ ഒരു മരപ്പാലത്തിലൂടെ അപ്പുറം കടന്നപ്പോൾ വളരെ മനോഹരമായ കല്ല് പാകിയ ഒരു വഴി. ആ വഴിയിലൂടെ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ അതാ അവിടെ ഒരു മൊണാസ്ട്രി. വളരെ മനോഹരമായ ഒരു സായാഹ്നം. തിരിച്ചു വന്ന് ഒരു ക്രാഫ്റ്റ് ഷോപ്പിൽ കയറി. ഷെൽഫിൽ മൂന്നാർ എന്നെഴുതിയ കുറച്ച് കുഞ്ഞു കപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടു. ചോദിച്ചപ്പോൾ അത് ഇന്ത്യയിൽ നിന്ന് വന്നതാണ്, ഫ്രണ്ട്ഷിപ്പ് ഗിഫ്റ്റായി കൊടുക്കാൻ വേണ്ടി ടൂറിസ്റ്റ്സ് വാങ്ങിക്കൊണ്ട് പോകുന്നതാണെന്ന് പറഞ്ഞു കേട്ടപ്പോൾ നല്ല സന്തോഷം തോന്നി. പിന്നീട് ഞങ്ങൾ ചായ കുടിക്കാനായി ഒരു കടയിൽ കയറി. പൂർണ്ണമായും മരത്തിൽ പണിത ഭംഗിയുള്ള ഒരു കട. ഭൂട്ടാൻ്റെ സ്പെഷ്യൽറ്റിയായ സുജ എന്ന പേരുള്ള ബട്ടർ ടീ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലെ കുഞ്ഞു വിയാന് കളിക്കാനും ഭാഗ്യചേച്ചിക്ക് കളിപ്പിക്കാനും അവിടെ ഒരു ക്യൂട്ട് കുഞ്ഞു വാവയെ കിട്ടി. ചുവരിൽ ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിലെയും സമയം കാണിക്കുന്ന ക്ലോക്ക്. ഇന്ത്യയും ഭൂട്ടാനുമായി അരമണിക്കൂറാണ് സമയവ്യത്യാസം. യാത്രയിൽ ഇടയ്ക്കിടെ ധാരാളം പതാകകൾ കണ്ടു. ധാർ എന്നറിയപ്പെടുന്ന 5 നിറത്തിലുള്ള പതാകകൾ. നമ്മുടെ പഞ്ചഭൂത വിശ്വാസം തന്നെയാണ് ഇവിടെയും. വെള്ള വായു, നീല ആകാശം, മഞ്ഞ ഭൂമി, പച്ച ജലം, ചുവപ്പ് അഗ്നി. ഈ പതാകകളിൽ ചില മന്ത്രങ്ങളും പ്രാർത്ഥനകളും എഴുതിയിട്ടുണ്ട്. ഇവ കാറ്റിൽ പറക്കുമ്പോൾ ഈ പ്രാർത്ഥനകൾ ലോകത്തിൽ എല്ലായിടത്തും എത്തുമെന്നും അതിൻ്റെ പോസിറ്റീവ് എനർജി എല്ലാവർക്കും ലഭിക്കുമെന്നുമാണ് ഇവരുടെ വിശ്വാസം. മറ്റൊരു കാര്യം, ഇവിടെ കറൻസി മാറ്റേണ്ടി വന്നില്ല. ഇന്ത്യൻ റുപ്പിയും ഇവിടെ സ്വീകരിക്കുന്നുണ്ട്. വേറെ ഒരു കാര്യം, മറ്റ് രാജ്യങ്ങൾ ആളോഹരി വരുമാനത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഗ്രോസ് ഹാപ്പിനെസ് ഇൻഡെക്സ്, അതായത് ജനങ്ങളുടെ സന്തോഷത്തിനാണ് ഇവിടുത്തെ ഭരണകൂടം പ്രാധാന്യം നൽകുന്നത്. ഇവിടെ എല്ലാവരും വളരെ നന്നായി ചിരിക്കുന്നത് കണ്ടപ്പോൾ അത് ശരിയാണെന്ന് തോന്നി. ഭൂട്ടാനിൽ കറങ്ങണമെങ്കിൽ ലൈസൻസ് ഉള്ള ഒരു ഭൂട്ടാനി ഗൈഡ് ആവശ്യമാണ്. ഇവരുടെ പരമ്പരാഗത വേഷം പുരുഷന്മാർക്ക് ഖോയും സ്ത്രീകൾക്ക് കിരായുമാണ്. ഓഫീസിലും പൊതുചടങ്ങുകളിലും ഒക്കെ ഈ വേഷം നിർബന്ധമാണ്. വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു രാജ്യമാണ് ഭൂട്ടാൻ. ലോകത്തെ ഏറ്റവും ഏകാന്ത രാജ്യം, റെയിൽവേ ഇല്ലാത്തത്, ടെലിവിഷനും ഇൻ്റർനെറ്റും ഒക്കെ ഏറെ വൈകി എത്തിയ രാജ്യം. മാത്രമല്ല ഭൂട്ടാനിൽ ഒരു ജീവിയെയും കൊല്ലുന്നില്ല. പുഴകളിലെ മീനുകളെപ്പോലും അവർ വലവീശി പിടിക്കാറില്ല. പക്ഷേ മത്സ്യവും മാംസവും ഒക്കെ ഇവിടെ പാകം ചെയ്യുകയും ചില വിഭാഗക്കാർ കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവയൊക്കെ ഇന്ത്യ പോലുള്ള അയൽ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ഇവിടുത്തെ റോഡിൽ എവിടെയും ട്രാഫിക് ലൈറ്റ്സ് ഇല്ല. അതുപോലെ റോഡിൽ ഹോണടി ശബ്ദമെങ്കിൽ തീരെ കേൾക്കുന്നില്ല. ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ഗൈഡ് പീമ പറഞ്ഞത് ഹോണടി ശബ്ദം മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഒക്കെ ശല്യമാകുന്നത് കൊണ്ട് അത്യാവശ്യത്തിന് മാത്രമേ ഹോൺ അടിക്കാറുള്ളൂ എന്നാണ്. എല്ലാ ജീവജാലങ്ങളെക്കുറിച്ചും ഏറെ കരുതലുകളുള്ളവരാണിവർ. പാരോയിലെ ഒരു നൈറ്റ് വാക്ക്, ചിൽഡ്രൻസ് പാർക്ക്, ബില്യാർഡ്സ് ക്ലബ്, പച്ചക്കറി, ഉണക്കമീൻ മാർക്കറ്റ്, റെസ്റ്റോറൻറ്റ്, ടൂറിസ്റ്റുകൾക്കുള്ള ഹോട്ടലുകൾ എല്ലാം വളരെ സജീവം. ഭൂട്ടാൻ്റെ നാഷണൽ മ്യൂസിയമായ ടാ ഡിസോങ് ആണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. ഇത് ആദ്യം ഒരു കോട്ടയായിരുന്നു, പിന്നീടാണ് മ്യൂസിയം ആക്കിയത്. 7 നിലകളിലായി വൃത്താകൃതിയിലുള്ള ഒരു വാച്ച് ടവർ. 17-ാം നൂറ്റാണ്ടിൽ റിൻപുങ് ഡിസോങ്ങിനെയും പാരോ താഴ്വരയെയും അധിനിവേശങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇതാദ്യം നിർമ്മിച്ചത്. കൂടുതലും മരപ്പടികൾ. പടികയറി മുകളിലെത്തിയാൽ ധാരാളം ശില്പങ്ങൾ കാണാം. ലോഹങ്ങളിലും മരത്തിലും ഒക്കെ നിർമ്മിച്ച ശില്പങ്ങൾ. പഴയകാലത്തെ പാത്രങ്ങൾ, വസ്ത്രങ്ങൾ, ആയുധങ്ങൾ, പലതരം ഉപകരണങ്ങളൊക്കെ ഇവിടെയുണ്ട്. മാത്രമല്ല ധാരാളം പക്ഷികളുടെയും മൃഗങ്ങളുടെയും പൂമ്പാറ്റകളുടേതുൾപ്പെടെ സ്റ്റഫ് ചെയ്ത രൂപങ്ങളും ഇവിടെ കാണാം. ഗവേഷക വിദ്യാർത്ഥികൾക്ക് ഒട്ടേറെ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്ന വളരെ നല്ലൊരു മ്യൂസിയമാണിത്. കണ്ടത് സുന്ദരം,
കാണാനിരിക്കുന്നത് അതിസുന്ദരം എന്നല്ലേ? ഭൂട്ടാനിലെ അതിസുന്ദരമായ ബാക്കി കാഴ്ചകളുമായി വീണ്ടും കാണാം.